ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളിലെ 1ാമത്തെ ഭാഗമാണ്. നമുക്കറിയാം, സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, ഇതിങ്ങനെ ചെരിഞ്ഞു പോകുന്നു, ഇത് കുത്തനെ നിൽക്കുന്നു. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പാരലൽ ലൈൻസിനെ വരയ്ക്കാം, പക്ഷെ അവ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അതായത് അവ തമ്മിലുള്ള ദൂരം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടെ നോക്കിയാലും സെയിം ആയിരിക്കണം. അവ തമ്മിലുള്ള ലംബ ദൂരങ്ങൾ എവിടെ നോക്കിയാലും സെയിം ആണെങ്കിൽ അവ കൂട്ടിമുട്ടുകയില്ല, അവ സമാന്തരമായിരിക്കും, അല്ലെ പാരലൽ ആയിരിക്കും. അപ്പം ലംബ ദൂരം അഥവാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഡിസ്റ്റൻസ് എവിടെ നോക്കിയാലും ഈ രണ്ട് സമാന്തര വരകൾക്കിടയിൽ എവിടെ നോക്കിയാലും അവ തുല്യമായിരിക്കും. അപ്പോൾ ഇതൊരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ ആകണം, ഇതും 2 സെൻറ്റിമീറ്റർ ആണ്. അത് എവിടെ നോക്കിയാലും 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മാത്രമേ അവ കൂട്ടിമുട്ടാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ പാരലൽ ലൈൻസ് ഞാൻ ചെരിച്ചാണ് വരച്ചിരിക്കുന്നത്, അല്ലേ? അവ തമ്മിൽ ഇപ്പം ഇത് തമ്മിലുള്ള അകലം അല്ല ഇത് രണ്ടും തമ്മിലുള്ള അകലം, മനസ്സിലായല്ലോ? പക്ഷേ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് അവയ്ക്കിടയിലുള്ള ദൂരങ്ങൾ തുല്യമാണെങ്കിൽ ആ 2 വരകൾ സമാന്തരമായിരിക്കും. ഇനി ആദ്യത്തെ അവസാനത്തതും എടുത്താൽ അവയ്ക്കിടയിൽ ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലംബ ദൂരങ്ങൾ തുല്യമാണെങ്കിൽ അവ സമാന്തരമായിരിക്കും, അഥവാ പാരലൽ ആയിരിക്കും. ഇനി 2ഉം 3ഉം കൂടെ എടുത്താലും അതേ രീതിയിൽ തന്നെ. അപ്പോൾ സമാന്തര വര അഥവാ പാരലൽ ലൈൻസ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ? അതിങ്ങനെ വേണേൽ വരയ്ക്കാം, ചെരിച്ച് വേണേൽ വരയ്ക്കാം, കുത്തനെ വേണേൽ വരയ്ക്കാം, ഏത് രീതി വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ അവയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ലംബ ദൂരം തുല്യമായിരിക്കണം, ഏതെങ്കിലും 2 എണ്ണം എടുത്തു കഴിഞ്ഞാലും. അങ്ങനെയാണെങ്കിൽ ആ 2 വരകൾ സമാന്തരമായിരിക്കും, അഥവാ പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഇത് എടുക്കുകയാണ്, ഇതിനകത്ത് ലംബ ദൂരങ്ങൾ വരയ്ക്കാൻ പോവുകയാണ്, അഥവാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഈ 2 വരകൾ തമ്മിലുള്ള ദൂരം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതേ ദൂരത്തിൽ തന്നെയാണ് അടുത്ത 2 എടുത്തിരിക്കുന്നത്, അതേ ദൂരം തന്നെയാണ് അടുത്ത 2ഉം എടുത്തിരിക്കുന്നത്. അതായത് 3 സെൻറ്റിമീറ്റർ വെച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ 3 സമാന്തര വരകളിൽ ഞാനിങ്ങനെ ചെരിച്ചുള്ള ദൂരം എടുക്കാൻ പോവാം. നമുക്ക് ചെരിച്ചുള്ള ദൂരം അല്ല എപ്പോഴും നോക്കേണ്ടത്, എപ്പോഴും ലംബ ദൂരങ്ങളാണ് എടുക്കേണ്ടത്. ഇനി ഞാനൊരു ചെരിഞ്ഞ ഒരു വര വരയ്ക്കാൻ പോവാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ദൂരങ്ങൾ തുല്യമാണ്, അല്ലേ? തുല്യമായതുകൊണ്ട് ഇവിടെ എത്ര ദൂരം വരുന്നോ, സപ്പോസ് ഇത് 3 ആയതുകൊണ്ട് അതിനേക്കാളും കൂടിയേ വരത്തുള്ളൂ, ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട്, അല്ലേ? അപ്പോൾ 3.2 എന്നോ വല്ലതും എടുക്കുകയാണ്. 3.2 വല്ലതും ആണെങ്കിൽ ഇതും 3.2 ആയിരിക്കും, ഇതും 3.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയോ? ഇവിടെ എത്രയാണോ വന്നിരിക്കുന്നത് അവ തുല്യമാണ്, മനസ്സിലായല്ലോ? അത് ലംബ ദൂരങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് സമാന്തരമായത്, ഈ കറുത്ത വരകൾ സമാന്തരമായത്. ഇനി ഞാനൊരു പുതിയ വര ചെരിച്ച് വരച്ചു. ഇവ തുല്യമായതുകൊണ്ട് ഈ ചെരിച്ച് വരച്ചിരിക്കുന്ന വരയിൽ ഓരോ പീസും ഒരേ തുല്യ നീളങ്ങളായിരിക്കും. ക്ലിയർ ആയോ? ഇനി ഞാൻ ഇവിടെ വേറൊരു വര വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ഒരു ചെരിഞ്ഞ വര കൂടെ വരച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ കൂടുതൽ ചെരിച്ചു. ഞാൻ പറഞ്ഞു ഇത് ലംബ ദൂരങ്ങളാണ്, അത് ഞാൻ ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. ഇത് ലംബ ദൂരങ്ങളാണ്, ഈ 3 സെൻറ്റിമീറ്റർ കിടക്കുന്നത്. ഈ കുത്തനെയുള്ള ബ്ലാക്ക് കളേർഡ് ലൈൻസ് ആണ് പാരലൽ ലൈൻസ്. കുറച്ച് ചെരിച്ച് വരച്ചപ്പോൾ ഒരേ ദൂരം തന്നെ കിട്ടത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ ചെരിച്ച് വരച്ചാലും അവ തമ്മിലുള്ള ദൂരം, സപ്പോസ് ഇത് കുറച്ചും കൂടെ ചെരിഞ്ഞായതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു 3.5 എന്ന് എടുക്കുന്നു. അപ്പം ഇതും 3.5 തന്നെ ആയിരിക്കും, ഇതും 3.5 തന്നെ ആയിരിക്കും. എത്രയാണോ ഒരെണ്ണത്തിൻ്റെ അതേ ദൂരം തന്നെ ആയിരിക്കും ബാക്കിയുള്ളതിന്. കാരണം ഇവ തമ്മിൽ തുല്യ ദൂരങ്ങളാണ്, ലംബ ദൂരങ്ങൾ തുല്യമായതുണ്ട്. ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പേജ് നമ്പർ 39 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് 1ാമത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 11 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമഭുജ ത്രികോണമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സമഭുജ ത്രികോണം അഥവാ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡ്സും തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ്. ഇതാണല്ലോ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ ഇവിടെ എന്താ തന്നിരിക്കുന്ന? പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ അഥവാ
ചുറ്റളവാണ് തന്നിരിക്കുന്നത്. എത്ര? 11 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് 11 സെൻറ്റിമീറ്റർ ആകുമ്പം അതിനെ 3 ആക്കി മുറിക്കുമ്പോൾ ഒരു ഡെസിമലായിട്ട് വരും അല്ലേ? കാരണം ഇത് 3 3 6 3 9, പിന്നെ വരുന്ന 4 എടുക്കുകയാണെങ്കിൽ 4 4 8 4 12 വരും. പക്ഷെ നമ്മുടെ കയ്യിൽ 11 ഉള്ളൂ. ആ പെരിമീറ്റർ തന്നിട്ട് നമ്മൾ അതിനെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാക്കി മാറ്റണം. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്സും ഈക്വലാണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണല്ലോ. ചുറ്റുമുള്ള അളവും കൊണ്ട് കൂട്ടുമ്പോഴല്ലേ 11 കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ ഞാനൊരു ഈർക്കിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അല്ലേ, ഇതിനെ ഇങ്ങനെ നിവർത്തുമ്പം ഉള്ള നീളം, അതായത് ടോട്ടൽ നീളമാണല്ലോ 11 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിച്ചത്. ടോട്ടൽ 11 സെൻറ്റിമീറ്റർ. ഈ 11 സെൻറ്റിമീറ്റർ നമ്മൾ ആദ്യം വരച്ചിട്ട് ഇതുപോലെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. പക്ഷെ നമുക്ക് ഓരോ ഭാഗത്തിൻ്റെ നീളം അറിയത്തില്ല. പക്ഷേ അറിയാവുന്ന ഒരു നീളം വെച്ചിട്ട്, അതായത് ഇങ്ങനെ നമുക്ക് ചെരിച്ചൊക്കെ വരയ്ക്കാമല്ലോ, അതറിയാവുന്ന നീളമാക്കി എടുത്തിട്ട് നമ്മളിതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വരയ്ക്കാം. സെൻറ്റിമീറ്റർ 11 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അതിനെ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. 0 നിന്ന് 11 സെൻറ്റിമീറ്റർ വരെ വരച്ചു. ഇപ്പോൾ ടോട്ടൽ 11 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി നമ്മൾ ചെരിച്ചൊരു വര വരയ്ക്കും. അത് നമുക്കറിയാവുന്ന മെഷർ എടുക്കണം. കാരണം 3 തുല്യമായിട്ട് മുറിച്ചപ്പോൾ 3 വെച്ച് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ 3 + 3 + 3 എത്രയാണ്? 9 ആണ് അല്ലേ? ആ 9 സെൻറ്റിമീറ്റർ നമ്മൾ അങ്ങോട്ട് ചെരിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ചെരിച്ചെടുക്കുന്ന എത്ര വേണമെങ്കിലും ചെരിക്കാം. അതിലൊന്നും അളവില്ല. നമുക്കിഷ്ടമുള്ള അത്രയും ചെരിച്ച് 9 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഓക്കെ. ഇനി ആ 9 സെൻറ്റിമീറ്റർ നമുക്ക് 3 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കണം. അതായത് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കണം. അപ്പോൾ ഇത് ഓരോന്നും 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി ഈ ജോയിൻ ചെയ്ത വരയുണ്ടല്ലോ, ആ വരയ്ക്ക് പാരലലായിട്ട് ഈ പോയിന്റിൽ കൂടെയും ഈ ഒരു പോയിന്റിൽ കൂടെയും നമ്മൾ ലൈൻസ് വരയ്ക്കാം. പാരലൽ ലൈൻസ് വരയ്ക്കാം. അതായത് ചെരിഞ്ഞ പാരലൽ ലൈൻസ് നമുക്ക് കിട്ടും, സമാന്തര വരകൾ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം പാരലൽ ലൈൻസ് വരയ്ക്കാനായിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. സെറ്റ് സ്ക്വയർ വെക്കേണ്ടത് ഏത് ലൈനിന് പാരലലാണോ വരയ്ക്കേണ്ടത് അതിങ്ങനെ വെച്ച് വരയ്ക്കാം. കണ്ടല്ലോ? അല്ല, ഇങ്ങനെ വെച്ച് വേണമെങ്കിലും വരയ്ക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ച് വരയ്ക്കാം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? പാരലൽ ലൈൻ വരയ്ക്കാൻ, സമാന്തര വര വരയ്ക്കാൻ വേണ്ടി ഏത് വരയ്ക്കാണോ സമാന്തരമായിട്ട് വരയ്ക്കേണ്ടത് അതിനോട് ചേർത്ത് സെറ്റ് സ്ക്വയർ വെക്കുക. സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, അതായത് ഈ സൈഡ്, ആ സൈഡിനോട് ചേർത്ത് സ്കെയിലും വെക്കുക. എന്നിട്ട് കണ്ടല്ലോ, സ്കെയിൽ നന്നായിട്ട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ആ സ്കെയിൽ ഫിക്സ് ചെയ്തുകൊണ്ട് സെറ്റ് സ്ക്വയർ പതുക്കെ മൂവ് ചെയ്യുക. സെറ്റ് സ്ക്വയർ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നീക്കി 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 ആ ഒരു പോയിന്റ് വരെ എത്തിക്കുക. കണ്ടല്ലോ? ആ ഒരു പോയിന്റ് വരെ എത്തിക്കഴിയുമ്പം നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. പാരലൽ ലൈൻ വരച്ചു. ഇനി വീണ്ടും സ്കെയിൽ അതിലോട്ട് ചേർത്ത് വെക്കുക. അടുത്ത പോയിന്റിൽ കൂടെയും വരയ്ക്കുക. അപ്പോൾ ഇങ്ങോട്ട് പതുക്കെ സെറ്റ് സ്ക്വയറിനെ മൂവ് ചെയ്യുക. പതുക്കെ സെറ്റ് സ്ക്വയറിനെ മൂവ് ചെയ്ത് അടുത്ത പോയിന്റ് വരെ എത്തിക്കുക. അവിടെയും പാരലൽ ലൈൻ വരയ്ക്കുക. കണ്ടല്ലോ? അപ്പം നമുക്ക് 3 പാരലൽ ലൈൻസ് കിട്ടി. കണ്ടല്ലോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലൈൻ. ഇതിന് സമാന്തരമായിട്ടാണ് നമ്മൾ വരച്ചത്. ഇത് രണ്ടാമത് വരച്ചു, ഇത് മൂന്നാമത് വരച്ചു. 3 സമാന്തര വരകൾ കണ്ടല്ലോ? ഇനി അവ തമ്മിലുള്ള ദൂരം കണ്ടോ? 3 സെൻറ്റിമീറ്റർ. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ ആയിട്ടാണല്ലോ നമ്മൾ എടുത്തത്. ഓരോന്നും തുല്യ നീളങ്ങളായിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതും തുല്യമായിരിക്കുകയല്ലേ? ഇനി ഞാൻ പറഞ്ഞിരുന്നു ഈ ഈർക്കിൽ വെച്ചിട്ട് ഇത് ടോട്ടൽ എന്താണ്?
ഇത് ടോട്ടൽ അതിൻ്റെ ചുറ്റളവാണെങ്കിൽ ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടും ചെരിച്ച് ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ടും ചെരിച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഒരു സമഭുജ ത്രികോണം കിട്ടും, അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അതാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇതിനെ നമ്മൾ നടുക്കത്തെ സൈഡായിട്ട് ബേസായിട്ട് വെക്കും. ഇതിനെ ഇങ്ങോട്ട് താഴോട്ടും ആക്കും, ഇതിനെ ഇങ്ങോട്ടും ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇവിടെ താഴോട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനു വേണ്ടി കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ അളവ്, ഇത് മൂന്നും തുല്യമാണെന്നറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരളവ് എടുത്താൽ മതി. ഇതാ കണ്ടല്ലോ, ആ അളവെടുത്ത് താഴോട്ട് ആർക്ക് വരയ്ക്കുക. ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി ആ ബേസിൻ്റെ മറ്റേ എൻഡ് പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് അടുത്ത ആർക്കും വരയ്ക്കുക. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം. ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 11 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റേഴ്സ് അഥവാ 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം വരയ്ക്കുക. ഞാൻ ഇവിടെ ഒരു സ്ക്വയർ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡ്സും ഈക്വലാണ് അല്ലേ. അപ്പം നമുക്ക് ഈ 15 സെൻറ്റിമീറ്റർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പകുതി എടുത്താലും മതി അല്ലേ. അതിൽ നിന്ന് നമുക്ക് 2 സൈഡ് കിട്ടും. പിന്നെ ബാക്കി 2 സൈഡും കൂടെ വരച്ചാൽ പോരെ. കാരണം ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയറാണ്, എല്ലാ സൈഡ്സും ഈക്വലാണ്. നമുക്ക് ഒരു സൈഡ് എത്രയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ 15ൻ്റെ പകുതി 7.5, 15ൻ്റെ പകുതി 7.5 എടുത്ത് വരച്ചാലും മതി. അപ്പോൾ ആദ്യം നമുക്ക് 7.5 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ 7.5 സെൻറ്റിമീറ്റർ എടുത്തു. ഇതിനെ നമ്മൾ എത്ര ഭാഗങ്ങളാക്കി മുറിക്കണം? 15 സെൻറ്റിമീറ്റർ എടുത്താൽ 4 ഭാഗങ്ങളാക്കണം. 7.5 നമ്മൾ എടുത്തുള്ളൂ. എടുത്തപ്പോൾ എത്ര ഭാഗങ്ങൾ മതി? 2 ഭാഗം മതി, അതിൻ്റെ പകുതി മതി. അപ്പോൾ 2 ഈക്വലായിട്ടുള്ള ഭാഗങ്ങളാക്കി മുറിച്ചാൽ മതി. ഇനി നമുക്ക് നേരത്തെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചപ്പോൾ നമുക്ക് അതിനേക്കാളും ചെറിയൊരു അളവാണ് എടുത്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലുതെടുക്കാം. 8 എടുക്കാം. 8 എടുക്കുമ്പോൾ 4 4 മുറിക്കാം അല്ലേ. അങ്ങനെ ഒരു വര നമ്മൾ ചെരിച്ച് വരയ്ക്കും. ഇപ്പോൾ 8 എടുക്കാൻ പോകും. ഞാൻ 2 രീതിയിലും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെ നിങ്ങൾ ഓർക്കും ഇതിനേക്കാളും ചെറുതേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ല അതിനേക്കാളും വലുതും നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇത് 7.5 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ. നമ്മൾ 8 എടുക്കുന്നു, അതായത് 4 വെച്ചിട്ട്. ഞാൻ പറഞ്ഞിരുന്നു എത്ര വേണമെങ്കിലും ചെരിച്ച് നമുക്ക് വരയ്ക്കാം. 8 സെൻറ്റിമീറ്റർ എടുത്തു, 4 4 വെച്ചിട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ 15 എടുത്താൽ അത്രയും പാരലൽ ലൈൻസ് വരയ്ക്കണം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് പാരലൽ ലൈൻസ് വരച്ചാൽ മതി. ഇനി ഇത് തമ്മിലാണല്ലോ ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഓരോന്നും 4 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ എടുത്തത്. ടോട്ടൽ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് അതിന് പാരലലായിട്ട് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഇതിനാണല്ലോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് സെറ്റ് സ്ക്വയർ ചേർത്ത് വെക്കുക. സെറ്റ് സ്ക്വയർ ചേർത്ത് വെച്ചിട്ട് കണ്ടല്ലോ, മറ്റേ സൈഡിലേക്ക് സ്കെയിലും ചേർത്ത് വെക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയറിനെ സ്കെയിൽ ഫിക്സ് ചെയ്ത് നല്ലപോലെ പിടിക്കുക. സെറ്റ് സ്ക്വയറിനെ പതുക്കെ ലൂസാക്കി സ്കെയിലേക്കൂടെ തന്നെ ചേർത്ത് കൊണ്ടുപോകണം. ആ പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പാരലൽ ലൈൻ വരച്ചല്ലോ. ഇപ്പോൾ നമ്മൾ ഈ 7.5നെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചു. ആദ്യത്തേത് ഇത്, രണ്ടാമത്തേത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഒരെണ്ണത്തിൻ്റെ അളവെടുത്ത് കോമ്പസിലെടുത്ത് ഇങ്ങോട്ടേക്ക് സ്ക്വയർ വരയ്ക്കാം, അല്ലെ ഇവിടെ സ്ക്വയർ വരയ്ക്കാം. എവിടെ വരച്ചാലും സെയിം ആണ്. അതാ നമുക്ക് കോമ്പസിൽ അളവെടുത്തു കണ്ടല്ലോ. എന്നിട്ട് താഴോട്ടേക്ക്, കാരണം സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം, അതുപോലെ ഇവിടെയും ഒരു മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്നറിയാം അല്ലേ. ഈ സ്ക്വയറിൻ്റെ ഓരോ 2 വശങ്ങൾ തമ്മിൽ പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ടേക്ക് സെറ്റ് സ്ക്വയർ വെച്ചോ പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ വരച്ചിട്ട് ആ വര ഇതിൽ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 സൈഡുകൾ കിട്ടും അല്ലേ. പിന്നെ നമുക്ക് ഇതും കൂടെ ജോയിൻ ചെയ്താൽ മതിയല്ലോ. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ പ്രൊട്രാക്ടർ ഉപയോഗിച്ചോ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാം. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നോക്കിക്കുക, ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ 2 വശങ്ങളിൽ ലംബമാണ്, പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വശത്തിനെ ചേർത്ത് വെക്കുക, മറ്റേ വശത്തോട്ട് വരച്ചാൽ മതി.
ഞാൻ ഈ ലൈറ്റായിട്ട് വരച്ചിരിക്കുന്നതാണ് കറക്റ്റ്. ആദ്യം വരച്ചത് ഇത്തിരി മാറിപ്പോയി. ഇനി ഇത് തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടും. കണ്ടല്ലോ. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് 15 സെൻറ്റിമീറ്റർ ആണ്. 2 ക്വസ്റ്റ്യൻ മനസ്സിലായാലും വരച്ച് പഠിക്കാം.